ടെസ്റ്റ് എടുത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതി ആയപ്പോൾ റിസൾട്ട് വന്ന എൻ്റെ സൈഡിൽ അപർണയുണ്ട്, എനിക്കൊന്ന് ദീപക്കേണ്ണുണ്ട്, വിഷ്ണു ശശികുമാർ, ലൈക്ക് അന്നത്തെ ഇവിടുത്തെ മെയിൻസ് എഴുതിയ എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരായിട്ട് പാസ്സായി. ഇങ്ങനെ എല്ലാ ആൾക്കാരെയും പേര് ലിസ്റ്റിൽ വരുന്നുണ്ട്, എൻ്റെ പേരില്ല. ഞാനുള്ള ഏറ്റവും വലിയ ചാലഞ്ച് അൺപ്രഡിക്റ്റബിലിറ്റി ആയിരുന്നു. കാരണം ഇവിടെ നിന്ന് വരും എന്നറിയില്ല. എല്ലാ ആൾക്കാരും ക്വസ്റ്റ്യൻ പാറ്റേൺ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എല്ലാ ആൾക്കാരും കഴിഞ്ഞ തവണത്തെ പോലെ 5 മാർക്കർ 3 മാർക്കർ എക്സ്പെക്ട് ചെയ്താണ് പോയത്. പക്ഷേ മൊത്തം 5 മാർക്കറായി. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു സാധനമാണ്, നമുക്ക് അറിയാവുന്ന സബ്ജക്റ്റ് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. ചില സബ്ജക്ട്സ് നമ്മൾ ഡിക്ലൈൻ ചെയ്യും. അതൊരിക്കലും ചേരുന്നേ ഞാൻ പറയുള്ളൂ. എൻ്റെ സക്സസ്സിന് എന്നെ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു അക്കാഡമിക്കലി ഉള്ള കാര്യങ്ങൾ വളരെയധികം ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ശരത് സാർ ആണെങ്കിലും അൻഡൂപ് സാർ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ ഫാക്കൽറ്റീസ് ആണെങ്കിലും. ഒന്ന്, സബ്ജക്റ്റിൽ ഒരുപാട് ബേസ് ഉണ്ടാക്കി തരുന്ന കാര്യത്തിൽ. 2, ലേണിങ്ങിനെ കുറിച്ചുള്ള അപ്രോച്ച് മാറ്റുന്നതിൽ ഭയങ്കരമായൊരു ഇതുണ്ടായിട്ടുണ്ട്. ഒന്ന്, അവിടെ നിന്ന് ടെൻസ്ഡ് ആയപ്പോൾ ഞാനത് ഹാൻഡിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് അങ്ങനെ ആണെങ്കിൽ കുറച്ചുകൂടെ എഴുതാമായിരുന്നു, കുറച്ചുകൂടെ പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ശരത് സാർ പറയുന്നത് പോലെ തന്നെ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നതിന് ദർ ഷുഡ് ബി റാഷണാലിറ്റി. ഒരു കാര്യത്തെ ചുമ്മാ മഗപ്പ് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് വാട്ട് ഈസ് ദറ്റ് റാഷണാലിറ്റി ആൻഡ് ഹൗ ടു കണക്ട് ദറ്റ് വിത്ത് ദ ക്വസ്റ്റ്യൻസ്, അങ്ങനെ അതിനെ സോൾവ് ചെയ്യുന്നൊരു രീതി. അല്ലെങ്കിൽ ഹലോ എവരിവൺ, എല്ലാവർക്കും ലീഡ് IASന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുമായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന മിസ്റ്റർ സിദ്ധാർത്ഥ് എം ജോയ്, തിരുവനന്തപുരം സ്വദേശിയാണ്. 2026 KASന്റെ റിസൾട്ട് വന്നപ്പോൾ സ്ട്രീം 1-ൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയാണ് നമ്മോടൊപ്പം ഇന്നിരിക്കുന്നത്. സിദ്ധാർത്ഥ് 2021-22 ബാച്ചിലെ നമ്മുടെ പ്രൈം സ്റ്റുഡൻ്റാണ്. അതായത് 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രൈം ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. 4 അറ്റംപ്റ്റുകൾ ഓൾറെഡി UPSCക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. 2024 തൊട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ട് സെർവ് ചെയ്യുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു 1 വർഷത്തെ, ഒരു 2023 അറ്റംപ്റ്റിന് ശേഷം 1 വർഷത്തെ ബ്രേക്ക് എടുത്തിട്ട് 2025 UPSCയുടെയും KASൻ്റെയും അറ്റംപ്റ്റ് കൊടുക്കുന്നു. ആൻഡ് KAS സ്ട്രീം 1-ൽ 2ാമത്തെ റാങ്ക്, UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് ഇൻ്റർവ്യൂ കോളും ഉണ്ട്. So this video is all about celebrating this success. But first being first, congrats man. Thank you sir. സിദ്ധാർത്ഥ് 2021 വരുമ്പോൾ എനിക്ക് തോന്നുന്നു പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ട് വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടൊരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുന്നതാണ്, ശരിക്കും സിവിൽ സർവീസിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് താങ്കൾ എങ്ങനത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു? ഭയങ്കര സ്റ്റുഡിയസ് ആയിരുന്നു അതോ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു? ഞാൻ അത് പറയുകയാണെങ്കിൽ സാർ, ഇപ്പോൾ ഭയങ്കര സ്റ്റുഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കള്ളമാണ്. എന്നാൽ ആവറേജ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അങ്ങനെയല്ല. പക്ഷേ ത്രൂ ഔട്ട് മൈ ലൈഫ്, അല്ലെങ്കിൽ അക്കാഡമിക്സിൽ എല്ലാ പോയിന്റിലും ഒരു എബോ ആവറേജ് കീപ്പ് ചെയ്യാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ, എന്നാലും ഈ പറയുന്ന പോലെ അങ്ങനെ എല്ലായിടത്തും റാങ്ക് 1 ടോപ്പർ അങ്ങനെ ഒരു ഇതില്ല. പിന്നെ +2-ലാണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ഗ്രേസ് മാർക്കിൻ്റെ കൂടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം സ്കോർസ് സർട്ടിഫിക്കറ്റിലൊക്കെ സ്കോർ ഉണ്ട്. അല്ലാതെ ജനറലി ഒരു ഓക്കെ മാർക്ക്. ആ ഒരു പ്രിപ്പറേഷൻ ഫേസ് നമ്മുടെ ഈ ഒരു ജേർണീനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ സിവിൽ സർവീസിന് മുമ്പുള്ള? ഡെഫിനറ്റ്ലി എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങളെക്കാൾ, അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങളോടൊപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ അതുവരെ ഉണ്ടായിരുന്ന ജേർണി. അപ്പോൾ അതിപ്പോൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല, ഞാൻ കോമ്പറ്റീഷൻസിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്ട്രാ കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസസ്, ഇൻഫർമേഷൻ എല്ലാം ഇതിലേക്ക് ഒരുപാട് ലിങ്ക് ചെയ്യാനും അത് അപ്ലൈ ചെയ്യാനും പറ്റും. അതുമായിട്ട് വന്നപ്പോഴാണ് ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ലൈക്ക് നമ്മൾ ഈ സക്സസ് വിന്നേഴ്സിനെ എല്ലാം കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ, അക്കാഡമിക് ഒരു കേപ്പബിലിറ്റീൻ്റെ വെളിയിൽ അവർക്ക് നല്ല ഹാബിറ്റ്സ് കാണും. താങ്കൾ എങ്ങനെ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന കുറച്ച് ഹാബിറ്റ്സ് ഷെയർ ചെയ്യാമോ? എന്നെ ഹെൽപ്പ് ചെയ്ത ഹാബിറ്റിനേക്കാൾ എൻ്റെ ഇത് ഡിലേ ചെയ്ത ഹാബിറ്റുകളായിരുന്നു കൂടുതൽ. എന്തായാലും കമ്മിങ് ടു അങ്ങനെ ഹാബിറ്റ്സ് പറയുകയാണെങ്കിൽ സാർ, ഒന്ന്, കുഞ്ഞിലെ മുതലേ തന്നെ ജനറലി ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അത് എല്ലാ പോയിന്റിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. സെക്കൻഡ്ലി, ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നൊരു ഹാബിറ്റ്. കാരണം ഇപ്പോൾ ഈ പരീക്ഷയുടെ പല പോയിന്റിലാണെങ്കിലും എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഹെൽപ്പ് ചോദിക്കാൻ. അക്കാഡമിക് ഉള്ളിലും ഈവൻ മുന്നേ KAS കിട്ടിയ ആൾക്കാരാണെങ്കിലും, അല്ലെങ്കിൽ അല്ലാതെ രീതിയിൽ അക്കാഡമിക്കലി പല സബ്ജക്റ്റിൽ എക്സ്പെർട്സ് ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഒരുപാട് വലിയ ഹെൽപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ്, ഇൻട്രാക്ടിങ് വിത്ത് പീപ്പിൾ, ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ഓൾവേസ് ഹാവിങ് എ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഇസ് ഹാപ്പനിങ്. പെരിഫറൽ നോളജ് എല്ലാത്തിനെ പറ്റിയിട്ടും ഉണ്ടാക്കാൻ എപ്പോഴും ട്രൈ ചെയ്തിരുന്നു. വെരി ഗുഡ്. ഇനി ലീഡുമായിട്ടുള്ളൊരു കാര്യം, 2021 തൊട്ടുള്ള 5 വർഷത്തെ ജേണിയാണ് അല്ലേ? എവിടെയാണ്, എന്താണ് ലീഡ് താങ്കളുടെ ഈ സക്സസ് സ്റ്റോറി? സർ, 2021 മുതൽ ഞാനിവിടെ സ്റ്റുഡൻ്റ് ആണ്. പക്ഷേ 2020 മുതൽ തന്നെ ഞാനിവിടെ ഉണ്ട്. ഞാനിവിടെ ലീഡ് സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ലീഡിൻ്റെ ഒരു പബ്ലിക് സ്പീക്കിംഗ് പ്രോഗ്രാം നടത്താനായിട്ട് വന്നതാണ്. പിന്നീട് ഞാനിവിടെ സ്റ്റുഡൻ്റായി. അങ്ങനെയാണ് ലീഡുമായിട്ടുള്ളൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് കമ്മിങ് ടു ഹൗ ലീഡേഴ്സ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
എൻ്റെ സക്സസ്സിന് എന്നെ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു അക്കാഡമിക്കലി ഉള്ള കാര്യങ്ങൾ വളരെയധികം ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ശരത് സാർ ആണെങ്കിലും അൻഡൂപ് സാർ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ ഫാക്കൽറ്റീസ് ആണെങ്കിലും ഒന്ന് സബ്ജക്റ്റിൽ ഒരുപാട് ബേസ് ഉണ്ടാക്കി തരുന്ന കാര്യത്തിൽ, രണ്ട് ലേണിങ്ങിനെ കുറിച്ചുള്ള അപ്രോച്ച് മാറ്റുന്നതിൽ ഭയങ്കരമായൊരു ഇതുണ്ടായിട്ടുണ്ട്. എപ്പോഴും അൻഡൂപ് സാർ പറയുന്ന ഒരു എക്കോസിസ്റ്റം, നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ ഒരാൾ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ അതേപോലെ പഠിക്കുകയല്ല, ഇതൊരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ബ്രിക്ക് ബൈ ബ്രിക്ക് ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് വരുന്നതാണ് നോളജ് എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ എല്ലാ ആൾക്കാരോടും പറയുന്ന ഒരു കാര്യമാണ്. സെയിം തിങ് ആണ് ശരത് സാർ പറയുന്നത് പോലെ തന്നെ, ഒരു കാര്യം നമ്മൾ പഠിക്കുന്നതിന് ദർ ഷുഡ് ബി റാഷണാലിറ്റി. ഒരു കാര്യത്തെ ചുമ്മാ മഗപ്പ് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് വാട്ട് ഈസ് ദറ്റ് റാഷണാലിറ്റി ആൻഡ് ഹൗ ടു കണക്ട് ദറ്റ് വിത്ത് ദ ക്വസ്റ്റ്യൻസ്, അങ്ങനെ അതിനെ സോൾവ് ചെയ്യുന്നൊരു രീതി. അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും എഴുതുമ്പോൾ എന്താണ് അവരുടെ ഡിമാൻഡ് എന്ന് മനസ്സിലാക്കി അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ, ആ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മൾ അതുവരെ കരുതി വെച്ച നോളജിനെ അതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലുള്ള മെത്തേഡ്സ്. അതായത് ഒരുപാട് കണ്ടന്റ് ഇത് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഒരു റാഷണൽ ആയ ഒരു കണ്ടന്റ് അപ്രോച്ച് ചെയ്യുക എന്നുള്ളൊരു മെത്തേഡ് ഭയങ്കരമായിട്ട് പ്രോസസ്സ് ക്ലിക്കായി. യെസ്, ഇപ്പം ഒരു UPSC ആസ്പിറൻ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി താങ്കൾക്ക് KS ഒരു ഹെഡ് സ്റ്റാർട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ UPSC പോലെ അല്ല KS. ആ എക്സാമിനേഷൻ ഡിമാൻഡ് ചെയ്യുന്ന റെസ്പെക്റ്റ് അതിന് കൊടുത്തേ പറ്റൂ. അപ്പം UPSCയിൽ നിന്ന് കേരള PSCക്ക് അതിലേക്ക് വന്നപ്പോഴത്തേനും താങ്കൾ ഫേസ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ചലഞ്ചസ്, അതിനെ എങ്ങനെ ഫേസ് ചെയ്തു, ആ കാര്യങ്ങളും കൂടി നമ്മുടെ ഓഡിയൻസിനായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. സാർ ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ പ്രിലിംസ് ഓരോ ഫേസ് ആയിട്ട് ഞാൻ പറയാം. ഒന്നാമത് പ്രിലിംസിൻ്റെ കാര്യത്തിൽ ആദ്യം ഉണ്ടായിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള PSC കുറച്ചുകൂടെ ഫാക്ച്വലാണ്. ചിലപ്പോൾ കുറച്ച് നമ്പേഴ്സൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ജനറലി അതിപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരു 10-15 ക്വസ്റ്റ്യനേ ഉള്ളൂ ആ ഒരു രീതിക്ക്. അപ്പോൾ ആ രീതിയിൽ കുറച്ച് കണ്ടന്റ് കൂടെ എക്സ്ട്രാ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പ്രൈമറി പ്രിലിംസിൽ വന്നിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. പിന്നെ കണ്ടന്റ് വൈസ് ആണെങ്കിൽ കേരളത്തിൽ എൻ്റെ ഒരു റിസർച്ച് ഏരിയ വരുന്നത് ട്രാവൻകൂർ ഹിസ്റ്ററിയായി ബന്ധപ്പെട്ട ആയതുകൊണ്ട് തന്നെ അതിലൊരിക്കൊരു എഗെയിൻ ഒരു എഡ്ജ് ഉണ്ട്. എന്നാലും കുറേ കാര്യങ്ങൾ ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട്, ലിറ്ററേച്ചർ മാത്രമല്ല, ഞാൻ കൾച്ചറൽ സ്റ്റഡീസ് ആണ് ചെയ്യണം. അപ്പോൾ എൻ്റെ ട്രാവൻകൂറും കേരള റെനൈസൻസുമായിട്ട് ബന്ധപ്പെട്ടിടക്കുന്നുണ്ട്. ആ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ അറിയായിരുന്നു. പിന്നെ മെയിൻസിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ചലഞ്ച് അൺപ്രഡിക്റ്റബിലിറ്റി ആയിരുന്നു. കാരണം ഇവിടെ നിന്ന് വരും എന്നറിയില്ല. എല്ലാ ആൾക്കാരും ക്വസ്റ്റ്യൻ പാറ്റേൺ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എല്ലാ ആൾക്കാരും കഴിഞ്ഞ തവണത്തെ പോലെ 5 മാർക്കർ 3 മാർക്കർ എക്സ്പെക്ട് ചെയ്താണ് പോയത്. പക്ഷേ മൊത്തം 5 മാർക്കറായി ഫുൾ പേജ് എഴുതേണ്ടി വന്നു. അവിടെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര അഡ്വാൻറ്റേജ് വന്നതും എനിക്ക് തോന്നുന്നു അവിടെ തന്നെയാണ്. കാരണം എല്ലാ ആൾക്കാരും അവിടെ ഒന്ന് ടെൻസ്ഡ് ആയപ്പോൾ ഞാനത് ഹാൻഡിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് അങ്ങനെ ആണെങ്കിൽ കുറച്ചുകൂടെ എഴുതാമായിരുന്നു, കുറച്ചുകൂടെ പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇൻ്റർവ്യൂവിൽ വന്നാലും സെയിം ആണ്. ഇൻ്റർവ്യൂവിൽ വരുമ്പോഴാണെങ്കിലും ഇപ്പോൾ UPSC ഇൻ്റർവ്യൂവിനേക്കാൾ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ് കേരളത്തിലെ അപ്രോച്ച് അല്ലെങ്കിൽ വരുന്ന ചോദ്യങ്ങൾ. ഒന്ന് കേരള ബേസ്ഡ് ആയിരിക്കും, രണ്ട് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്ന ഒരു ഫോർമൽ സെൻസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഓഫീസറിന് കാണേണ്ട ചില കാര്യങ്ങൾ അത് കുറച്ചുകൂടെ ഡിഫറെൻ്റ്. അത്രയും ഒരു ഡൽഹിയിൽ അത്രയും ഒരു ഫോർമൽ അല്ല കേരളത്തിലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ്, ഒരു 5 വർഷത്തെ ഒരു ജേണി ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു താങ്കളുടെ ബാച്ചിലെ ആൾക്കാരൊക്കെ ഇപ്പോഴും ഇതേ ജേണി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ ഒരു മാർക്ക് ഇപ്പുറത്ത് വന്ന ആളെന്ന സ്ഥിതിക്ക് അങ്ങനത്തെ ആൾക്കാരോട് എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുണ്ടോ? ഒരു 2-3 വർഷമായിട്ടും ഇതിൻ്റെ പുറകെ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരോട്. സാർ, ഇപ്പോൾ ഞാനത് പറയാൻ ആളാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഇഫ് അറ്റ് ഓൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പോലും എനിക്ക് ആരോടും പറയാനുള്ള കാര്യമല്ല. എൻ്റെ കാര്യത്തിൽ എന്താണ് ഡിഫറൻസ് ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അറ്റംപ്റ്റിലേക്ക് വരുമ്പോൾ ഞാൻ ലീവ് എടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നോട് ശരത് സാറാണ് ആദ്യം പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു സൈഡിൽ ഞാൻ PhD ചെയ്യുന്നുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെ ഈ പറയുന്ന പോലെ കുറച്ച് കൾച്ചറൽ ആക്ടിവിറ്റീസും പരിപാടിയായിട്ട് നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ UPSC. അപ്പം ഇങ്ങനെ മൾട്ടിപ്പിളായിട്ട് നടന്നിട്ട് കാര്യമില്ല. സ്റ്റേ ഫോക്കസ്ഡ്. ഇതിന് മാത്രമായി ടൈം എപ്പോൾ മാറ്റി വെക്കാൻ പറ്റുമോ അപ്പോൾ മാത്രം ഇനി പരീക്ഷ എഴുതിയാൽ മതി എന്ന് 23-ലെ പ്രിലിംസ് കഴിഞ്ഞോട് ശരത് സാറിനോട് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ പിന്നെ പതിയെ ഇപ്പം PhD അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റുന്നൊരു പോയിന്റ് ആയിരുന്നില്ല അത്. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ പ്രോഗ്രസ് ഉണ്ടാക്കി. പിന്നീട് ജോലി കിട്ടി. അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളൊരു സ്റ്റേബിൾ പൊസിഷനായി. അപ്പോൾ കുറച്ചൊന്ന് റിസ്ക് എടുക്കാം എന്നൊരു ഐഡിയ കൂടെ മനസ്സിൽ വന്നു. കാരണം ഞാൻ ലോങ് ലീവ് എടുക്കുകയായിരുന്നു 1 ഇയറിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ലോങ് ലീവ് എടുക്കുമ്പോൾ നമ്മുടെ സീനിയോറിറ്റി പോവും. അപ്പോൾ എനിക്ക് ശേഷം ഉണ്ടായിരുന്ന അപ്പോയിൻമെൻ്റ് വന്ന് 100 പേര് എന്നെക്കാൾ സീനിയറായിട്ട് മേളിൽ കയറി. പക്ഷേ അറ്റ് ദാറ്റ് പോയിന്റിലും ഞാൻ വീട്ടിൽ ചോദിക്കുമ്പോഴും എല്ലാ ആൾക്കാരും റിസ്ക് എടുത്തോളൂ, ഈ പോയിന്റിൽ റിസ്ക് എടുക്കാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ റിസ്ക് എടുക്കാനുള്ളൊരു പ്രിവിലേജും എനിക്കുണ്ടായിരുന്നു. അത് അക്നോളജ് ചെയ്തുകൊണ്ട് തന്നെ സോഷ്യോ എക്കണോമിക് പ്രിവിലേജസിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ റിസ്ക് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കുകയും പക്ഷേ ആ റിസ്കിനോടൊപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്തു. ഈ അറ്റംപ്റ്റിൽ ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ UPSC ആണെങ്കിൽ എല്ലാ പ്രിലിംസ് ടെസ്റ്റുകളും ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. കാരണം KSൻ്റെ സെപ്പറേറ്റ് ടെസ്റ്റ് എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല, രണ്ടും വളരെ ക്ലോസ് ആയിരുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ UPSCക്ക് വേണ്ടിയിട്ട് എല്ലാ ടെസ്റ്റുകളും എടുത്തു. എന്നിട്ട് കേരള മൊഡ്യൂൾ അതിന് ശേഷം എടുത്തു. കൺസിസ്റ്റൻ്റ് എല്ലാ ടെസ്റ്റും എടുത്തു, അതിൻ്റെ കീ പഠിച്ചു. മെയിൻസിലും ലീഡിലെ എല്ലാ ടെസ്റ്റും എടുത്തു.
പറ്റുന്ന അത്രയും അക്കാഡമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി ലീഡിലെ നമ്മുടെ KS-ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അത് മൊത്തം വർക്കൗട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല. അഗെയിൻ ഇത് കഴിഞ്ഞൊരു 1 മന്തിലാണ് നമ്മുടെ എക്സാം വന്നത്. അപ്പോൾ അത് കൺസിസ്റ്റൻസി ആൻഡ് സാക്രിഫൈസ് ഞാൻ അങ്ങനെ ഇപ്പോൾ പറയില്ല, അത് കുറച്ചുകൂടെ റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള അത് എടുത്തിരിക്കുന്നു. സിദ്ധാർത്ഥ്, ഈ ലോങ് ജേർണിയുടെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഞാനും അങ്ങനെ ഒരു ലോങ് ജേർണിക്കുള്ളിൽ പോയ ഒരാളാണ്. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളാവും. അങ്ങനെ എപ്പോഴെങ്കിലും ആയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ താങ്കൾ എന്താണ് ചെയ്തത്? സാർ, അങ്ങനെ ഒരുപാട് പോയിന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ലോവസ്റ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ചില സമയങ്ങളിൽ തിങ്സ് ഡോണ്ട് വർക്ക് ഔട്ട്. നമ്മൾ വിചാരിച്ച രീതിയിൽ പോവില്ല, നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ഡൗൺഫോൾ ഉണ്ടാവും ശരിക്കും. പിന്നെ ആ ഒരു സമയം എങ്ങനെ വരുന്ന സമയങ്ങളല്ല, ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ലൈഫിൽ ഇങ്ങനെ സെറ്റ് ബാക്സ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യം ഞാൻ എപ്പോഴും ആ സമയത്തെല്ലാം എൻ്റെ എനർജി ഞാൻ പഠിത്തത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബിക്കോസ് എനിക്കിനി ഇത് മാത്രമേ ഉള്ളൂ എന്നൊരു മൈൻഡിലേക്ക് വരാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊരു കാര്യം. ആൻഡ് പേഴ്സണലി ഒരു ലോവസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന എൻ്റെ 2022 ലീഡിൽ വന്നിട്ട് ഞാൻ ഫസ്റ്റ് പഠിച്ച് അതിന് മുന്നേ ഒരു അറ്റംപ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു PG സമയത്ത് 21-ൽ. അതിനുശേഷമാണ് ലീഡിൽ വന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു പ്രോപ്പർ UPSC അറ്റംപ്റ്റ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അന്ന് രാത്രി ഇത് കഴിഞ്ഞ് ഞാൻ ശരസാറും കൂടെയാണ് ടെസ്റ്റ് നോക്കണേ. അപ്പോൾ ഞാനിങ്ങനെ ബ്രിമ്മിലാണ്. അപ്പോൾ ഒരു 55 റൈറ്റ് ആൻസേഴ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു ഇത് കയറാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ബ്രിമ്മാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങി. അന്ന് ഫസ്റ്റ് ടെസ്റ്റ് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയാണ്. ലീഡിലെ മെയിൻ സ്കില്ലറിൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് വേൾഡ് ഹിസ്റ്ററിയാണ്. ഞാൻ ഇവിടെ അല്ല, 4th ഫ്ലോറിലെ ക്ലാസ് റൂമിൽ, നമ്മുടെ 4th ഫ്ലോർ ക്ലാസ് റൂമിലിരുന്ന് ടെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് 3 മണിക്ക് റിസൾട്ട് വരും എന്ന് പറഞ്ഞു. 3 മണിക്ക് തന്നെ ടെസ്റ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ടെസ്റ്റ് എടുക്കേണ്ടെന്നൊരു ഇതിൽ വന്നു. അപ്പോൾ പക്ഷേ റിസൾട്ട് വന്നില്ല 3 o'clock ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വരില്ല, പിറ്റേന്നേ വരുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ടെസ്റ്റ് എടുക്കാൻ തുടങ്ങി. ടെസ്റ്റ് എടുത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതി ആയപ്പോൾ റിസൾട്ട് വന്ന് എൻ്റെ സൈഡിൽ അപർണയുണ്ട്, എനിക്കൊന്ന് ദീപക്കേണ്ണുണ്ട്, വിഷ്ണു ശശികുമാർ, ലൈക്ക് അന്നത്തെ ഇവിടുത്തെ മെയിൻസ് എഴുതിയ എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരായിട്ട് പാസ്സായി. ഇങ്ങനെ എല്ലാ ആൾക്കാരെയും പേര് ലിസ്റ്റിൽ വരുന്നുണ്ട്, എൻ്റെ പേരില്ല. അപ്പോൾ നമ്മൾ ഒരിതായി, കാരണം എല്ലാ ആൾക്കാരും ഉണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് വന്നില്ല എന്നൊരു സാധനം. എഗെയിൻ ഞാൻ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇന്നിവിടെ അമൽ വർക്ക് ചെയ്യുന്നുണ്ട്, അമലിനും ഇല്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് നോക്കി താഴോട്ട് പോകുന്നൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ബാക്ക് ഇൻ ദ മൈൻഡ് അതാണ്, നമ്മളൊരു എക്സ്പെക്ടേഷൻ വച്ചിട്ട് അതൊരു ഒപ്റ്റിമിസം ബയാസാണ്. നമ്മൾ എന്ത് എഫേർട്ട് എടുത്താലും നമ്മൾ വിചാരിക്കുന്ന പാസ്സാവും എന്നുള്ളതാണ്. അതിൽ നിന്ന് പിന്നെ എങ്ങനെ തിരിച്ചു വന്നത്? അത് ഞാൻ അന്ന് ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് പോയി, തിരിച്ചു വന്ന് ശരസാറിനെ കണ്ടു. ശരസാറിനോട് പറഞ്ഞു നീ ഇത്തവണ കണ്ടന്റ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല, ഇനി അത് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, സെക്കൻഡ് അറ്റംപ്റ്റിൽ അതിലേക്ക് വർക്ക് ചെയ്തു. സെക്കൻഡ് അറ്റംപ്റ്റും കിട്ടിയില്ല വന്നിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും ശരസാറിനെ കാണാൻ വന്നു. സാറ് പറഞ്ഞു നീ കൺസിസ്റ്റൻ്റ് അല്ല. അത് കറക്റ്റായിരുന്നു, കാരണം ആ സമയത്ത് ഞാൻ റിസർച്ച് ജോയിൻ ചെയ്തേ ഉള്ളൂ. അപ്പോൾ അവിടെ ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അതെല്ലാം പേപ്പറെല്ലാം ശരിയാക്കി ഒരു ഏപ്രിൽ മെയ് മാത്രമേ എഫേർട്ട് ഇട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് ഞാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞത് സാർ പറഞ്ഞു. ആ പോയിന്റിലാണ് സാർ എന്നോട് പറയുന്നത് നീ എഫേർട്ട് ഇട്ടു. ഞാൻ കഴിഞ്ഞ തവണ സാർ എന്നോട് കണ്ടന്റ് പഠിക്കാൻ പറഞ്ഞു, ഇത്തവണ ഞാൻ കണ്ടന്റ് പഠിച്ചില്ലേ. അപ്പോൾ സാർ നീ കണ്ടന്റ് പഠിച്ചു, പക്ഷേ പഠിച്ചത് കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല, അതുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ പോയിന്റിലും കറക്റ്റ് ഗൈഡൻസ് ആണ്. ഇന്ന കാര്യം ചെയ്തില്ല, മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് സാറ് പറയും, പിന്നെ അത് നമ്മൾ കറക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ലോവസ്റ്റ് പോയിന്റ്സിനെ ഓവർകം ചെയ്യാനും ഞാൻ ലീഡേഴ്സ് തന്നെയാണ് പ്രിഫർ ചെയ്തത്. ഈ ലോങ് ജേർണിയിൽ ആസ്പിറൻസ് കടന്നുമ്പം ഇവരിലുണ്ടാകുന്ന ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ട്, ചില മിസ്റ്റേക്സ് അവർ വർഷങ്ങളോളം അത് പിന്തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനത്തെ മിസ്റ്റേക്സ് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അവർക്കൊരു റിയാലിറ്റി ചെക്ക് ഉണ്ടായി അതിനുള്ള റെക്ടിഫിക്കേഷൻസ് നടത്തുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ അവരുണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകത താങ്കൾക്ക് ഉണ്ടായിരുന്നോ? എവിടെയെങ്കിലും റെക്ടിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടോ? ഒരുപാട് റെക്ടിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഞാൻ ഈ കണ്ടിന്യൂസ് റീലേണിംഗ് പ്രോസസ് ആയിരുന്നു സാർ ഇത്. കാരണം ഒന്നാമത്തെ അറ്റംപ്റ്റിൽ UPSC അറ്റംപ്റ്റ് വെച്ച് ഞാൻ പറയുന്നത്, കാരണം കഴിഞ്ഞ കേസ് ഞാൻ എഴുതിയിട്ടില്ല, അന്ന് ഏജ് ബാരിയറിന് താഴെയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് വരുമ്പോൾ ഞാൻ കുറേ സബ്ജക്ട്സ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് എനിക്ക് സബ്ജക്റ്റ് അറിഞ്ഞുകൂടെങ്കിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അതിൽ വലിയ എഫേർട്ട് ഇടാതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. ജോഗ്രഫി അങ്ങനെയായിരുന്നു, ഇന്റർനാഷണൽ റിലേഷൻ, വേൾഡ് അഫെയർ ഒന്നും പ്രിലിംസിന് അത്രയും ഞാൻ എഫേർട്ട് ഇട്ടില്ല. കാരണം ഞാൻ നോക്കുമ്പോൾ എൻ്റെ പൊളിറ്റി സ്ട്രോങ് ആണ്, എക്കണോമി സ്ട്രോങ് ആണ്, മോഡേൺ ഹിസ്റ്ററി സ്ട്രോങ് ആണ്, എൻവയോൺമെൻറ്റ് ഫൈൻ. അപ്പോൾ അത് വെച്ച് കയറുന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു സാധനമാണ്, നമുക്ക് അറിയാവുന്ന സബ്ജക്റ്റ് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. ചില സബ്ജക്ട്സ് നമ്മൾ ഡിക്ലൈൻ ചെയ്യും, അതൊരിക്കലും ചേരുന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഇത് എല്ലാ സബ്ജക്റ്റ്, കാരണം ആ തവണ ഉണ്ടായിരുന്ന സാധനം മോഡേൺ ഹിസ്റ്ററിയുടെ വെയിറ്റേജ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ ലോക്കായി, കാരണം നമ്മൾ അത്രയും റിവാർഡ് കിട്ടും എന്ന് വിചാരിച്ചൊരു സാധനം നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഡോണ്ട് ഗോ വിത്ത് പ്രീ കൺസീവ്ഡ് നോഷൻസ്. പല ആൾക്കാരും പല രീതിയിലുള്ള അനാലിസിസ് നമുക്ക് പറഞ്ഞു തരും, പക്ഷേ ജനറലി ദർ ക്യാൻ ബി ചേഞ്ചസ് ഇൻ പാറ്റേൺ. അപ്പോൾ അതുകൂടെ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ സബ്ജക്റ്റിലും ഈക്വൽ എഫർട്ട് ഇടണം എന്നുള്ളതാണ് ഞാൻ റെക്ടിഫൈ ചെയ്തൊരു മിസ്റ്റേക്ക്. ഓക്കെ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ബ്യൂറോക്രാറ്റായിട്ട് മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുമല്ലോ. എങ്ങനത്തെ ഒരു ബ്യൂറോക്രാറ്റായിട്ട് മാറാനായിട്ടാണ് അല്ലെങ്കിൽ അറിയപ്പെടാനായിട്ടാണ് ആഗ്രഹം?
ഒരു അങ്ങനെ അറിയപ്പെടാനുള്ള ഇതൊന്നുമില്ല. എന്നിരുന്നാലും ജനറലി ഞാൻ ആദ്യമായിട്ട് സെക്രട്ടറിയിൽ കയറുന്നതിന് മുമ്പ് അച്ഛനും അമ്മയും വിളിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ലൈഫിൽ ആര് മുമ്പിൽ വന്നു കഴിഞ്ഞാലും ദാറ്റ് എനി പേഴ്സൺ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആണെങ്കിലും സീനിയർ ഓഫീസേഴ്സ് ആണെങ്കിലും അല്ല ഇനിയിപ്പോൾ പബ്ലിക് നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരോട് മാന്യമായിട്ട് പെരുമാറാവൂ. ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ് ദാറ്റ് വി ആർ അറ്റ് ദി സർവീസ് ഓഫ് ദം. അവരെ സെർവ് ചെയ്യാനാണ് നമ്മുടെ ജോലിയെന്നും അല്ലെങ്കിൽ അവരോട് ഏറ്റവും മാന്യമായി പെരുമാറുക. ഞാൻ ലൈഫിൽ ത്രൂ ഔട്ട് ഞാനത് ആ പോയിൻ്റല്ല, അതുവരെയും ഞാൻ എല്ലാ ആൾക്കാർക്കും നമ്മൾ അപ്രോച്ചബിൾ ആയിരിക്കണം എന്നൊരു ഐഡിയ എപ്പോഴും മനസ്സിലുണ്ട്. കാരണം അതല്ലാതെ സിസ്റ്റത്തെ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റും എന്നൊരു വിചാരം അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്ക് ഒരാൾ വിചാരിച്ചാൽ മാറുന്ന കാര്യമാണെന്നൊരു തോട്ട് എൻ്റെ ഉള്ളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇറ്റ്സ് എ സിസ്റ്റം. അപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക് എഫിഷ്യൻ്റായിട്ട് ചെയ്യുക, കൂടെ ഉള്ളവരെ എഫിഷ്യൻ്റ് ആവാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ മാത്രമേ നമുക്ക് ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു സിസ്റ്റം വ്യവസ്ഥ എന്നുള്ള നിലയിൽ വ്യക്തികളെക്കാൾ ആ ഒരു സിസ്റ്റത്തിനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെന്നുള്ള സിവിൽ സർവന്റ്. യെസ്, താങ്കളുടെ ഒരു പാഷൻ അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ. താങ്ക് യു സർ. Lead IAS, #1 IAS Academy in Kerala.